ഹലോ, ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ ലേണിംഗിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയ പാഠഭാഗത്തിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാണ് പഠിച്ചു നിർത്തിയത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അതെ, ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആ പാഠഭാഗത്ത് നിന്ന് പഠിച്ചു. ബാക്കി ഭാഗം നമ്മൾ ഇന്ന് തുടർന്ന് പഠിക്കും. ഓക്കെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ക്ലാസ്സുകളെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഓക്കെ, അതുപോലെ ഇനി മുതൽ ഞാനിടുന്ന പാഠഭാഗങ്ങളുടെ നോട്ട്സ്, ക്ലാസ് നോട്ടുകൾ ലിങ്ക് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് പാഠഭാഗം പഠിച്ചു തുടങ്ങാം. എല്ലാവരും ക്ലാസ് ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. അപ്പോഴാണ് നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാകുക. ഓക്കെ, അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പാഠഭാഗം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് പഠിച്ചത്? ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന് പറയുന്ന ഈ പാഠഭാഗത്തില് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്, മസ്ദൂർ ഡോക്ടറിനോട് പറയുകയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ ചികിത്സിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഡോക്ടർ ആവാൻ വേണ്ടി 10 വർഷം വരെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡോക്ടർ ആവാൻ വേണ്ടി 10 വർഷം വരെ ധാരാളം പണം ചിലവാക്കി വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചവരാണ്. അപ്പോഴേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങളെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ഓക്കെ, ഈ പാഠഭാഗത്തിന്റെ ബാക്കി നമുക്ക് തുടർന്ന് പഠിക്കാം. എല്ലാവരും നോക്കിക്കോളൂ. തുമാരെ പാസ് ആത്തെ ഹേ ജബ് ബദൻ പർ ബജെ ചിതടെ खींच कर कान लगाकर सुनते हो तुम हमारे नंगे जिस्मों की आवाज खोजते हो कारण शरीर के भीतर पर अगर एक नजर शरीर के चिदड़ों पर डालो तो वे शायद तुम्हें ज्यादा बता सकेंगे क्यों खिसपिड़ जाते हैं हमारे शरीर और कपड़े. മനസ്സിലായോ? നോക്കൂ, തുമാരെ പാസ് ആത്തെ ഹേ ജബ് ബദൻ പർ ബജെ ചിതടെ खींच कर. അതിലൊരു പുതിയ വാക്കുണ്ടല്ലോ, ഏതാണ്? ചിതടെ. ചിതടെ മത്ലബ് കീറിയ തുണി എന്നാണ്. തുമാരെ പാസ് ആത്തെ, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ആരാണ്? മസ്ദൂർ. കിസ്കെ പാസ് ജാത്തെ ഹേം? ഡോക്ടർ കെ പാസ് ജാത്തെ ഹേം. ബദൻ പർ ബജെ ചിതടെ खींच कर. ശരീരത്തിൽ അവശേഷിക്കുന്ന കീറത്തുണി അല്ലെങ്കിൽ കീറിപ്പറിഞ്ഞ തുണി ഇട്ടുകൊണ്ട് തുമാരെ പാസാത്തെ, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. മസ്ദൂർ എങ്ങനെയാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത്? അതെ, ശരീരത്തിൽ അവശേഷിക്കുന്ന കീറിയ തുണിയും അണിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ, കാൻ ലഗാക്കർ സുൻതേ ഹോ തും ഹമാരെ നംഗേ ജിസ്മോं की ആവാസ്. ജിസ്മോं की ആവാസ്, ഞങ്ങളുടെ നഗ്നമായ ശരീരത്തിലെ ഞരമ്പുകളുടെ ശബ്ദം കാൻ ലഗാക്കർ സുൻതേ ഹോ തും, നിങ്ങൾ ചെവി കൂർപ്പിച്ച് കേൾക്കുന്നു. മനസ്സിലായോ? ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഹൃദയസ്പന്ദനവും നമ്മുടെ നാഡീ ഞരമ്പുകളുടെ സ്പന്ദനം അവർ പരിശോധിക്കാറില്ലേ? അതുപോലെ ഇവിടെ മസ്ദൂർ പറയുന്നു, നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ ഈ കീറിയ തുണിയും അണിഞ്ഞുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നഗ്നമായ ശരീരത്തിലെ ഞരമ്പുകളുടെ ശബ്ദം ചെവി കൂർപ്പിച്ച്, കാൻ ലഗാക്കർ, ചെവി കൂർപ്പിച്ച്, സുൻതേ ഹോ, കേൾക്കുന്നു. ഖോജ്തേ ഹോ കാരൺ ശരീർ കെ ഭീതർ, നിങ്ങൾ കാരണം തിരക്കുന്നു. ഖോജ്തേ ഹോ കാരൺ, കാരൺ ഖോജ്താ ഹേ കിസ്കാ? അതെ, ബീമാരി കാ, രോഗത്തിന്റെ കാരണം തിരക്കുന്നു. ശരീർ കെ ഭീതർ, എവിടെയാണ്? കഹാം? ശരീർ കെ ഭീതർ, ശരീരത്തിന്റെ ഉള്ളിൽ. മനസ്സിലായോ? നോക്കൂ, തുമാരെ പാസ് ആത്തെ ഹേ ജബ് ബദൻ പർ ബജെ ചിതടെ खींच कर कान लगाकर सुनते हो तुम हमारे नंगे जिस्मों की आवाज खोजते हो कारण शरीर के भीतर. അപ്പൊ ഇവിടെ മസ്ദൂർ എന്താണ് പറയുന്നത്? ഞങ്ങൾ ശരീരത്തിൽ അവശേഷിച്ച കീറിയ തുണികളുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ രോഗത്തിന്റെ കാരണം ശരീരത്തിനുള്ളിൽ അന്വേഷിക്കുന്നു.
ഞങ്ങളുടെ നഗ്നമായ ശരീരത്തിന്റെ ഞരമ്പുകളുടെ ശബ്ദത്തെ നിങ്ങൾ ചെവി കൂർപ്പിച്ച് കേൾക്കുന്നു. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നു, നോക്കിയേ, ഏക് നസർ ശരീർ കെ ചിതടോംബർ ഡാലോ, ഏക് നസർ ശരീർ കെ ചിതടോംബർ, ശരീരത്തിലെ ചിതടോംബർ, ചിതടോ നമ്മൾ നേരത്തെ പഠിച്ച വാക്കാണ്, എന്താണ്? കീറിയ തുണികളിൽ. ഒരു നോട്ടം നിങ്ങൾ ശരീരത്തിലെ ഈ കീറിയ തുണികളിലേക്ക് പതിപ്പിച്ചിരുന്നെങ്കിൽ, ഒരു പ്രാവശ്യം നിങ്ങൾ ശരീരത്തിലെ ഈ കീറിയ തുണികളിലേക്ക് നോക്കിയിരുന്നെങ്കിൽ, വേ ശായത് തുമേം ജ്യാദാ ബതാ സകേംഗെ, ഒരു പക്ഷേ അവ നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞേനെ. ക്യോം ഖിസ്പിഡ് ജാത്തേ ഹേം, എന്തുകൊണ്ടാണ് പൊടിഞ്ഞു പോകുന്നത്? ഹമാരെ ശരീർ ഓർ കപ്പടെ, ഞങ്ങളുടെ ശരീരവും വസ്ത്രവും, ഞങ്ങളുടെ ശരീരവും വസ്ത്രവും. വസ്ത്രം എങ്ങനെയാണ് കീറുന്നത്? അതെ, ഒരുപാട് നാൾ ഉപയോഗിക്കുമ്പോൾ അത് തേഞ്ഞ് പൊടിഞ്ഞ് കീറിപ്പോകും. അതുപോലെ ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ വസ്ത്രവും എന്തുകൊണ്ട് ഇത്ര ദുർബലമായി, ഞങ്ങളുടെ വസ്ത്രം പോലെ തേഞ്ഞു പൊടിഞ്ഞു പോയി, ഇത്ര ദുർബലമായി പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലായേനെ, ഒരു പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ കീറിയ തുണികളിലേക്ക് ഒരു പ്രാവശ്യം നോക്കിയിരുന്നെങ്കിൽ. ലേക്കിൻ ഡോക്ടർ ക്യാ കർത്തേ ഹേം, നംഗേ ജിസ്മോं की ആവാസ് കാൻ ലഗാക്കർ സുൻതേ ഹോ, ചെവി കൂർപ്പിച്ച് നിങ്ങൾ ഞങ്ങളുടെ നഗ്നമായ ഞരമ്പുകളുടെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുന്നു. അതിനു പകരം ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തിരുന്നെങ്കിൽ, അതെ, ഞങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ചിതടോംബർ ഡാലോ, കീറത്തുണികളിൽ നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായേനെ ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ വസ്ത്രവും എന്തുകൊണ്ട് കീറിപ്പറഞ്ഞു പോകുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വസ്ത്രം പോലെ ഞങ്ങളുടെ ശരീരവും ദുർബലമായി തീരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായേനെ. ഓക്കെ, ആ ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായോ? എങ്കിൽ നമുക്ക് ബാക്കി ഭാഗം നോക്കാം. നോക്കൂ, ബസ് एक ही कारण है दोनों का, वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. എന്താണ് മസ്തൂർ പറയുന്നത്? അതെ, ബസ് ഏക് ഹി കാരൺ ഹേ ദോനോं का, രണ്ടിനും ഒരേ കാരണമാണ്. ഏത് രണ്ടിനും? അതെ, ഞങ്ങളുടെ ശരീരം പോലെ ഞങ്ങളുടെ വസ്ത്രവും ഇങ്ങനെ കീറിപ്പറഞ്ഞു പോയതിന്, അല്ലെങ്കിൽ വസ്ത്രം കീറിപ്പറഞ്ഞു പോയതുപോലെ ഞങ്ങളുടെ ശരീരം ദുർബലമായി പോയതിന് ദോനോं का कारण ഏക് ഹി ഹേ, ഒന്ന് തന്നെയാണ്. വഹ് ഏക് ഛോട്ടാ സാ ശബ്ദ് ഹേ, ആ കാരണം ഒരു ചെറിയ വാക്കാണ്. ജിസേ സബ് ജാൻതേ ഹേം, അതെല്ലാവർക്കും അറിയാം. പർ കഹ്താ കോയി നഹീം, പക്ഷെ ആരും അത് പറയാറില്ല. മനസ്സിലായോ? അപ്പോൾ ഞങ്ങളുടെ വസ്ത്രം പോലെ ഞങ്ങളുടെ ശരീരവും ദുർബലമായി പോയതിന്, വസ്ത്രം കീറിപ്പറഞ്ഞു പോയതുപോലെ ശരീരം ദുർബലമായി പോയതിന് ഒരേ കാരണമാണ്, രണ്ടിനും ഒരേ കാരണമാണ്. അതൊരു ഛോട്ടാ സാ ശബ്ദ ഹേ, അതൊരു ചെറിയ വാക്കാണ്. സബ് ജാൻതേ ഹേം, ആ ചെറിയ വാക്ക് എല്ലാവർക്കും അറിയാം. കഹ്താ കോയി നഹീം, പക്ഷേ ആരും അത് പറയാറില്ല. ഇവിടെ മസ്ദൂർ ഉദ്ദേശിക്കുന്ന ആ ചെറിയ വാക്ക് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? അതെ, കുറച്ചു പേർക്കെങ്കിലും അത് മനസ്സിലായി കാണും. എന്തുകൊണ്ടാണ് മസ്ദൂറിന് ഈ കീറിപ്പറഞ്ഞ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഈ കീറിപ്പോയ വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നതിന്റെ കാരണം എന്താണ്? അതെ, അത് തന്നെയാണ് അവരുടെ രോഗത്തിന്റെയും കാരണം, അവരുടെ അനാരോഗ്യത്തിന്റെയും കാരണം എന്നാണ് മസ്ദൂർ ഡോക്ടറിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അടുത്ത നോക്കാം. തും കഹ്തേ ഹോ कंधे का दर्द ठीसता है नमी और सीलन की वजह से, डॉक्टर तुम ही बताओ यह सीलन कहां से आई. തും കഹ്തേ ഹോ, നിങ്ങൾ പറയുന്നു. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? അതെ, ഡോക്ടർ പറയുന്നു. കന്ധേ കാ ദർദ് ടീസ്താ ഹേ, ഞങ്ങളുടെ ചുമലിലെ വേദന, കന്ധ തോളിലെ വേദന ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കന്ധേ കാ ദർദ് ടീസ്താ ഹേ നമി ഔർ സീലൻ കി വജഹ് സേ, നനവും ഈർപ്പവും കാരണം. നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ ചുമലിലെ, ഞങ്ങളുടെ തോളിലെ വേദന ഉണ്ടാകുന്നതിന് കാരണം നമി ഔർ സീലൻ ഹേ, നനവും ഈർപ്പവുമാണെന്ന് പറയുന്നു. നമി എന്ന് പറഞ്ഞാൽ നനവ്, സീലൻ എന്ന് പറഞ്ഞാൽ ഈർപ്പം. ഡോക്ടർ തുമീം ബതാവോ, നിങ്ങൾ തന്നെ പറയൂ ഡോക്ടർ. യഹ് സീലൻ കഹാസെ ആയി, ഈ നനവ് എവിടെ നിന്ന് വന്നു? ഡോക്ടർ നിങ്ങൾ തന്നെ പറയൂ. തുമീം ബതാവോ യഹ് സീലൻ കഹാസെ ആയി, ഈ നനവ്, ഈ ഈർപ്പം എവിടെ നിന്നാണ് വരുന്നത്? അതെ, ഇവിടെ
ഈ മസ്ദൂറിന്റെ ചുമലിലെ വേദന ഉണ്ടാകുന്നതിന് കാരണം നമി ഔർ സീലൻ, നനവും ഈർപ്പവുമാണെന്ന് ഡോക്ടർ പറയുന്നു. ഈ നമി ഔർ സീലൻ കഹാസെ ആത്താ ഹെ? അതെ, അവരുടെ ശാരീരികമായ അധ്വാനത്തിന്റെ കൂടുതൽ കൊണ്ടാണ് അവരുടെ ശരീരം എപ്പോഴും വിയർക്കുകയും അങ്ങനെ നനവും ഈർപ്പമുള്ളതുമായി തീരുന്നത്. അതവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണോ? അല്ല. ഇനി അടുത്ത് നോക്കൂ. ബഹുത്ത് ജ്യാദാ കാം ഔർ ബഹുത്ത് കം ഭോജനെ ദുബലാ കർ ദിയാ ഹേ ഹമേം. എന്താണ് മസ്ദൂർ പറയുന്നത്? ബഹുത്ത് ജ്യാദാ കാം, വളരെ കൂടുതൽ ജോലി, ബഹുത്ത് കം ഭോജൻ, വളരെ കുറച്ച് ഭക്ഷണം, ദുബലാ കർ ദിയാ, ദുർബലമാക്കി ഞങ്ങളെ. ഞങ്ങളുടെ ശരീരം ദുർബലമാകുന്നതിന് കാരണം വളരെയധികം ജോലിയും അതുപോലെ വളരെ കുറച്ച് ഭക്ഷണവുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ മസ്ദൂർ ശാരീരികമായിട്ട് വലിയ അധ്വാനം ചെയ്യുന്നവരാണ്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഈ വളരെ വലിയ ജോലിയും അതേപോലെ വളരെ കുറച്ച് ഭക്ഷണവുമാണ് അവരുടെ ശരീരത്തെ ദുർബലമാക്കുന്നതെന്ന് മസ്ദൂർ എന്ത് ചെയ്യുകയാണ് പറയുന്നത്. പക്ഷേ ഡോക്ടർ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ. നുസ്കെ പർ ലിഖ്തേ ഹോ, നിങ്ങൾ നിങ്ങളുടെ കുറിപ്പിൽ എഴുതുന്നു, നിങ്ങൾ തരുന്ന പ്രിസ്ക്രിപ്ഷനിൽ എഴുതുന്നു. എന്താണ് എഴുതുന്നത്? ഔർ വസൻ ബഠാവോ, ഇനിയും ഭാരം വർദ്ധിപ്പിക്കൂ. യഹ് തോ വൈസേ ഹി ഹേ ദൽദലി ഖാസ് സേ കഹോ കി വഹ് ഖുശക് രഹേ. നോക്കൂ, ഇവിടെ മസ്ദൂർ പറയുന്നത് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് അവരവരുടെ പ്രിസ്ക്രിപ്ഷനിൽ എന്താണ് എഴുതുന്നത്? ഔർ വസൻ ബഠാവോ, പിന്നെയും ഭാരം വർദ്ധിപ്പിക്കൂ. വസൻ ബഠാന എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിന്റെ ഭാരം ഉയർത്തുക, ഭാരം വർദ്ധിപ്പിക്കുക. അപ്പൊ ശരീരത്തിന്റെ ഭാരം കൂട്ടാനായിട്ട് നിങ്ങൾ പ്രിസ്ക്രിപ്ഷനിൽ എഴുതുന്നു. പക്ഷേ മസ്ദൂർ പറയുന്നു യഹ് തോ വൈസേ ഹി ഹേ, ഇത് അതുപോലെയാണ്. ഏതുപോലെ? ദൽദലി ഖാസ് സേ കഹോ, ചതുപ്പിൽ വളരുന്ന പുല്ലിനോട് പറയുന്നു വഹ് ഖുശക് രഹേ, നീ എന്ത് ചെയ്യൂ? വാടിപ്പോകൂ. ദൽദലി ഖാസ് സേ കഹോ കി വഹ് ഖുശക് രഹേ, ചതുപ്പിൽ വളരുന്ന പുല്ലിനോട് പറയുന്നു നീ വാടിപ്പോകൂ എന്ന്. ഖുശക് ജാന, വാടിപ്പോകുക. അപ്പോ ചതുപ്പിൽ വളരുന്ന ചെടിയെ സംബന്ധിച്ച് അതിന് ധാരാളം വെള്ളം ലഭിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് അത് വാടിപ്പോകേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അത് വാടിപ്പോകാറുണ്ടോ? ഇല്ല. അപ്പൊ ചതുപ്പിൽ വളരുന്ന ചെടിയോട് വാടിപ്പോകാൻ പറയുന്നത് പോലെയാണ് നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് ശരീരത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കാൻ. ഡോക്ടർ അവരുടെ ന്യൂസ്പേപ്പർ ലിഖിത്തയോ പ്രിസ്ക്രിപ്ഷനിൽ എഴുതുന്നു ശരീരത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കുക. അത് ഏതുപോലെയാണ്? ചതുപ്പിൽ വളരുന്ന പുല്ലിനോട് വാടിപ്പോകാൻ പറയുന്നത് പോലെയാണ്. എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ടാണ് മസ്ദൂർ അങ്ങനെ പറഞ്ഞത്? അതെ, വളരെ കൂടുതൽ ജോലി, വളരെ കുറച്ച് ഭക്ഷണമാണ് അവരുടെ ശരീരത്തെ ഇത്രയും ദുർബലമാക്കുന്നതെന്ന് മസ്ദൂർ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോ ധാരാളം ഭക്ഷണം കഴിക്കുകയും ശാരീരികമായ അധ്വാനത്തിൽ കുറവ് വരുത്തുകയും ചെയ്താൽ മാത്രമാണ് അവർക്ക് ശരീരത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കാൻ കഴിയുക. ഇത് സാധ്യമായിട്ടുള്ളൊരു കാര്യമാണോ മസ്ദൂറിനെ സംബന്ധിച്ച്? അല്ല, അവർക്ക് ഒരിക്കലും അതിന് കഴിയില്ല. ഏതുപോലെ? ഇപ്പൊ ചതുപ്പിൽ വളരുന്ന ചെടിക്ക് വാടിപ്പോകാൻ കഴിയാത്തതുപോലെ മസ്ദൂറിന് ഒരിക്കലും അവരുടെ ശരീരത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കാനുള്ള സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യമല്ല ഉള്ളത്. അതാണ് മസ്ദൂർ അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ. डॉक्टर, तुम्हारे पास कितना वक्त है हम जैसों के लिए, क्या हमें मालूम नहीं. तुम्हारे घर के एक कालीन की कीमत 5,000 मरीजों से मिली फीस के बराबर है. बेशक तुम कहोगे इसमें तुम्हारा कोई दोष नहीं. हमारे घर की दीवार पर छाई सीलन भी यही कहानी दोहराती है. അപ്പൊ മസ്ദൂർ വീണ്ടും പറയുകയാണ്, ഡോക്ടർ തുമാരെ പാസ് കിത്തനാ വക്ത് ഹേ ഹം ജയ്സോം കെ ലിയേ. ഡോക്ടർ, നിങ്ങളുടെ അടുത്ത് എത്ര സമയമുണ്ട് ഞങ്ങളെ പോലെയുള്ളവർക്കായി? കിത്തനാ വക്ത് ഹേ, എത്ര സമയമുണ്ട് ഞങ്ങളെ പോലെയുള്ളവർക്കായി? ഹം ജയ്സോം കെ ലിയേ. ഇവിടെ ഹം ജയ്സോ എന്ന് പറഞ്ഞാൽ ആരെയാണ് പറയുന്നത്? അതെ, മസ്ദൂർ ജയ്സോം കെ ലിയേ തുമാരെ പാസ് കിത്തനാ വക്ത് ഹേ ഡോക്ടർ. ക്യാ ഹമേ മാലൂ നഹീം, എന്താ ഞങ്ങൾക്കറിയില്ലേ? തുമാരെ ഘർ കെ ഏക് കാലീൻ കി കീമത്ത്,
നിങ്ങളുടെ വീട്ടിലെ ഒരു പരവതാനിയുടെ വില 5000 മരീസോ സേ മിലി ഫീസ് കെ ബരാബർ ഹേ. 5000 രോഗികളിൽ നിന്ന് ലഭിക്കുന്ന ഫീസിന് തുല്യമാണ് നിങ്ങളുടെ വീട്ടിലെ ഒരു കാലീന് കീ കീമത്ത്. തുമാരേ ഘർ കി ഏക് കാലീന് കീ കീമത്ത്. നിങ്ങളുടെ വീട്ടിലെ ഒരു പരവതാനിയുടെ വില. മനസ്സിലായോ? ഡോക്ടർ ഞങ്ങളെപ്പോലെയുള്ളവർക്കായി, ഞങ്ങളെപ്പോലുള്ള സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഈ തൊഴിലാളികൾക്ക് വേണ്ടി, അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് എത്ര സമയമുണ്ട്? എന്നിട്ട് മസ്ദൂർ പറയുകയാണ്, ഞങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ വീട്ടിലെ ഒരു പരവതാനിയുടെ വില ഞങ്ങളെപ്പോലുള്ള 5000 രോഗികളിൽ നിന്ന് ലഭിക്കുന്ന ഫീസിന് തുല്യമാണ്. ബേശക് തും കഹോഗേ ഇസ്മേ തുമാരാ കോയി ദോഷ് നഹീം. ബേശക് കഹോങ്കെ, ഡോക്ടർ നിങ്ങൾ ഉറപ്പായും പറയും. ബേശക് കഹേങ്കെ എന്ന് പറഞ്ഞാൽ നിസംശയം പറയും. ഇസ്മേ തുമാരാ കോയി ദോഷ് നഹീം, ഇതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല, ഇത് നിങ്ങളുടെ തെറ്റല്ല എന്ന് നിങ്ങൾ ഉറപ്പായും പറയും. ഹമാരേ ഘർ കി ദീവാർ പർ ഛായി സീലൻ ഫി യഹി കഹാനി ദോഹരാത്തി ഹേ. ഞങ്ങളുടെ വീടിന്റെ ഭിത്തിയിൽ പരന്നിരിക്കുന്ന നനവും ഇതേ കഥ തന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിന്റെ ഭിത്തിയിലെ പടർന്നിരിക്കുന്ന ഛായി സീലൻ നനവും യഹി കഹാനി ദോഹരാത്തി ഹേ, ഈ കഥ തന്നെയാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെ മസ്ദൂർ പറയുന്നത് എന്താണ്? നിങ്ങളുടെ വീട്ടിലെ ഒരു പരവതാനിയുടെ വില 5000 തൊഴിലാളികളിൽ നിന്ന് മരീസോസെ മിലി ഫീസ് കെ ബരാബർ ഹേ, ഡോക്ടറിന് ലഭിക്കുന്ന ഫീസിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു പരവതാനിയുടെ വില. ഉറപ്പായിട്ടും നിങ്ങൾ പറയും ഇതിൽ നിങ്ങളുടെ കുറ്റമല്ല, ഇത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ തെറ്റല്ല എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പറയും. പക്ഷേ ഞങ്ങളുടെ വീടിന്റെ ചുമരിൽ പടർന്നിരിക്കുന്ന നനവും ഇതേ കഥ തന്നെയാണ് പറയുന്നത്. ഇവിടെ മസ്ദൂർ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, മസ്ദൂറിന്റെ വീട്ടിലെ നനവും ഡോക്ടറിന്റെ വീട്ടിലെ പരവതാനിയും സൂചിപ്പിക്കുന്നത് സാമൂഹികമായി, സാമ്പത്തികമായിട്ട് നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങളെയാണ്. സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന രണ്ട് വിഭാഗങ്ങളെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണൊന്ന്? അതെ, ഒന്ന് അമീർ ലോഗ് ഹേ, ഡോക്ടർ ജയ്സെ അമീർ ലോഗ് ഹേ, ഉൻകെ ഘർ കെ കാലീൻ ഭി 5000 മരീസോ സേ മിലി, രോഗികളിൽ നിന്ന് ലഭിക്കുന്ന ഫീസിന് തുല്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിലെ, അതായത് മസ്ദൂറിന്റെ വീട്ടിലെ ചുമരിൽ പടർന്നിരിക്കുന്ന നനവും ഇതേ കഥ പറയുന്നു. അത് ഏത് കഥയാണ്? അത് ഇതിന് നേരെ വിപരീതമാണ്. അത് ദാരിദ്ര്യത്തിന്റെ കഥയാണ് പറയുന്നത്. ഗരീബി കി കഹാനി ദോഹരാത്തി ഹെ, ദാരിദ്ര്യത്തിന്റെ കഥയാണ് അതിന് പറയാനുള്ളത്. അല്ലെങ്കിൽ മസ്ദൂറിന്റെ വീട്ടിലെ വെള്ളത്തിന്റെ നനവുള്ള ആ ഭിത്തിക്ക്, ആ ചുമരിന് പറയാനുള്ളതും ആ ദാരിദ്ര്യത്തിന്റെ കഥയാണ്. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള അന്തരവും ആർഭാടത്തെ കുറിച്ചുമാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. 5000 രോഗികളിൽ നിന്ന് കിട്ടുന്ന ഫീസിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു പരവതാനി പോലും. മനസ്സിലായോ? അപ്പോ അത് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം, അത് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി മാത്രമല്ല കാണിക്കുന്നത്, ആർഭാടത്തിനെ കുറിച്ച് കൂടിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആ ആർഭാടമില്ലായ്മയല്ല യഥാർത്ഥത്തില് മസ്ദൂറിന്റെ പ്രശ്നം. അവന്റെ വീട്ടിലെ വെള്ളം പടർന്നിരിക്കുന്ന ഭിത്തി യഥാർത്ഥത്തിലുള്ള ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആവശ്യകതകൾ പോലും നിറവേറ്റാൻ ആർക്ക് കഴിയുന്നില്ല? ഈ മസ്ദൂറിന് കഴിയുന്നില്ല. ഡോക്ടർ ആർഭാടമായിട്ട് ജീവിക്കുമ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ മസ്ദൂറിനെ പോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് കഴിയുന്നില്ല. എന്നിട്ടും ആശുപത്രിയിൽ എത്തുമ്പോൾ അവര് ചൂഷണം ചെയ്യപ്പെടുകയാണ്. ആ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് കവി ഈ മസ്ദൂറിലൂടെ ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായോ? ഹമേ മാലൂം ഹേ അപ്പനി ബീമാരി കാ കാരൺ വഹ് ഏക് ഛോട്ടാ സാ ശബ്ദ് ഹേ ജിസേ സബ് ജാനത്തെ ഹേ പർ കഹ്താ കോയി നഹീം വഹ് ഹേ ഗരീബി. അപ്പോ ഇനി മസ്ദൂർ പറയുന്നത് മനസ്സിലാക്കിയേ. ഹമേ മാലൂം ഹേ അപ്പനി ബീമാരി കാ കാരൺ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രോഗത്തിന്റെ കാരണം അറിയാം. വഹ് ഏക് ഛോട്ടാ സാ ശബ്ദ് ഹേ, അതൊരു ചെറിയ വാക്കാണ്. ജിസേ സബ് ജാനത്തേം, അതെല്ലാവർക്കും അറിയാം. പർ കഹ്താ കോയി നഹീം, പക്ഷേ ആരും അത് പറയാറില്ല. വഹ് ഹേ, ആ വാക്ക് ഏതാണ് മക്കളെ? അതെ, അതാണ് ഗരീബി, ദാരിദ്ര്യം. മനസ്സിലായോ? അപ്പൊ മസ്ദൂർ ഇവിടെ സൂചിപ്പിച്ച
മസ്ദൂർ ഈ കവിതയിൽ സൂചിപ്പിക്കുന്ന ആ ചെറിയ വാക്ക് എല്ലാവർക്കും അറിയാവുന്ന പക്ഷെ ആരും പറയാത്ത ആ ചെറിയ വാക്ക് ഏതാണ്? ഗരീബിയാണ്. അപ്പൊ മസ്ദൂറിന്റെ രോഗത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ഗരീബിയാണ്, ദാരിദ്ര്യമാണെന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ദാരിദ്ര്യം, സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയാണ് ഇവരുടെ ശരീരം ദുർബലമാകുന്നതിനും ഡോക്ടർമാരുടെ ഫീസ് കൊടുക്കാനില്ലാതെ ചികിത്സ ലഭിക്കാതെ അവര് അനാരോഗ്യവാന്മാരായിട്ട് മരണപ്പെടുന്നതിനും കാരണമാകുന്നത്. മനസ്സിലായോ? കവി ഇവിടെ സമൂഹത്തില് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നത്തെയാണ് ഉയർത്തി കാണിക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ മൂലം ശരിയായിട്ടുള്ള ചികിത്സ പോലും ലഭിക്കാതെ ജീവിക്കേണ്ടി വരുന്ന, അനാരോഗ്യവാന്മാരായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് കവി ഇവിടെ തൻ്റെ കവിതയിലൂടെ ആവരച്ച് കാണിക്കുന്നത്. അപ്പൊ ഡോക്ടർമാർ യഥാർത്ഥത്തിൽ അവരുടെ കടമ നിർവഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എല്ലാത്തരം ഡോക്ടർമാരെ കുറിച്ചും അല്ലെങ്കിൽ സമൂഹത്തിലുള്ള എല്ലാ ഡോക്ടർമാരെ കുറിച്ചും പറയുന്നതല്ല. എങ്കിലും ബഹുഭൂരിപക്ഷം ഡോക്ടർമാരും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആശുപത്രികളും ചികിത്സയെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു കച്ചവടമായിട്ട് മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് വരുന്ന എല്ലാ രോഗികളിൽ നിന്നും കഴിയുന്നത്ര പണം ഈടാക്കുന്നതിന് അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നു. ഇത് പലപ്പോഴും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള മസ്ദൂറിനെ പോലുള്ള ആളുകൾക്ക് ചികിത്സ ലഭിക്കാതിരിക്കുന്നതിന് കാരണമായി തീരുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഈ പാഠഭാഗം നന്നായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, എല്ലാവരും ക്ലാസ് കണ്ടല്ലോ? ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടോ എല്ലാവരും? ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായോ? മനസ്സിലാവാത്തവര് അവർക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. ഞാൻ ഉറപ്പായിട്ടും അതിന് ഉത്തരം തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഈ പാഠഭാഗത്ത് പഠിച്ചത്? ഡോക്ടർമാര് സാമൂഹിക സേവനം എന്ന ഉത്തരവാദിത്വം കൂടി നിറവേറ്റേണ്ടവരാണ്. ആശുപത്രികള് പൊതുജന സേവനത്തിനുള്ള സ്ഥലങ്ങളാണ്. സാധാരണക്കാരുടെയും അതേപോലെ തന്നെ സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെയും ആരോഗ്യ സംരക്ഷണം എന്ന ഉത്തരവാദിത്വം കൂടി അവർ ഏറ്റെടുക്കേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് ആരോഗ്യവാന്മാരായ പൗരന്മാർ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം രൂപീകരിക്കാനാകുക. അപ്പൊ എല്ലാവരുടെയും ആരോഗ്യം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളൊരു സന്ദേശം ഈ കവിതയിലൂടെ നമുക്ക് കിട്ടുന്നു. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ ഒരിക്കലും ചികിത്സ ലഭിക്കാതിരിക്കുന്നതിനുള്ള ഒരു കാരണമായി മാറരുത്. ഓക്കെ, മനസ്സിലായല്ലോ? സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമന്റ് ചെയ്യുന്ന കാര്യം ഒട്ടും മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം മറ്റൊരു പാഠഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, നമസ്കാരം.